നാട്ടിൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് മതപരിവർത്തനമാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലാവുകയും ജാമ്യം കിട്ടി പുറത്തു വരുന്നതുവരെ 8 ദിവസം ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്ത സംഭവം അറിയാത്തവരായി ആരുമുണ്ടാകില്ല. ഈ കേസിൽ ആരോപിക്കപ്പെട്ട മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും വെറും സംശയങ്ങൾ മാത്രമാണെന്ന് ജാമ്യം അനുവദിച്ച NIA കോടതി തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ആ കേസിനെ സംബന്ധിച്ച കെട്ടുകഥകൾ ഏതാണ്ട് പൊളിഞ്ഞു വീണു. പക്ഷേ ഈ ചർച്ചയ്ക്കിടയിൽ മനുഷ്യർ മുഴുവൻ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളൊരു കാര്യമുണ്ട്. മതപരിവർത്തനം എന്നാൽ എന്തോ ചീത്തക്കാര്യമാണെന്ന്. അല്ല, മതപരിവർത്തനം നല്ല കാര്യമാണ്. എന്തുകൊണ്ട്? നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിന്റെ സാങ്കത്യമാണ്. ഏത് മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്. ഒരു മതത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അതിൽ തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇഷ്ടമുള്ളപ്പോൾ അവനവന്റെ ഇഷ്ടത്തിന് മതം മാറാം. അതായത് സ്വേച്ഛയാ ഉള്ള ആരുടെയും നിർബന്ധമോ പ്രേരണയോ കൂടാതെയുള്ള മതം മാറ്റത്തിന് ഇന്ത്യയിൽ ഒരു തടസ്സവുമില്ല. മാത്രവുമല്ല, അങ്ങനെ മതം മാറുന്നതാണ് നല്ലതെന്ന് പ്രചരിപ്പിച്ച സമുന്നത സാമൂഹിക പരിഷ്കർത്താവാണ് നമ്മുടെ ഭരണഘടനാ ശില്പി എന്നതുകൂടി കാണണം. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നിർബന്ധിത മതം മാറ്റം ഇന്ത്യയിൽ 10 സംസ്ഥാനങ്ങളിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇതിൽ കർണാടകവും ജാർഖണ്ഡും ഒഴികെ ബാക്കി 8 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഉത്തരാഖണ്ഡ്. മതം മാറ്റ നിരോധന നിയമമെന്നോ മതസ്വാതന്ത്ര്യ നിയമമെന്നോ ഒക്കെയാണ് പേര്. പക്ഷേ ഇതെല്ലാം ഹിന്ദു മതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് മാറുന്നത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഛത്തീസ്ഗഡ് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആണ് നിയമം കൊണ്ടുവന്നതെങ്കിലും ആത്യന്തികമായി അത് അക്രമാസക്തമായ നിലകളിൽ നടപ്പാക്കുന്നത് BJP ആണ്. അക്രമാസക്തമായ നിലകളിൽ എന്ന് പറയുമ്പോൾ മണിപ്പൂരിനെ ഓർത്താൽ മതി. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കും വിശ്വാസികൾക്കും നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മിക്കവാറും എല്ലാം കണ്ടെത്തിയ ന്യായീകരണം മതപരിവർത്തന ശ്രമങ്ങളെന്ന ആരോപണങ്ങളായിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ജീവൽ മേഖലകളിൽ ക്രിസ്ത്യൻ മിഷണറിമാരും സന്യസ്തരും നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മുഴുവൻ മതപരിവർത്തന ശ്രമങ്ങളെന്ന പേരിലാക്കിയാണ് ഈ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ക്രിസ്തീയ സഭകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നത്. അതായത് മതപരിവർത്തനമല്ല, മതപരിവർത്തനം എന്ന പേരിലുള്ള ആക്രമണങ്ങളാണ് ഈ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഈ നിയമത്തിന്റെ പേരിൽ ഉണ്ടായത്. മതപ്രചാരണത്തെ തന്നെ മതപരിവർത്തന ശ്രമമായി വ്യാഖ്യാനിച്ച് ചോദ്യം ചെയ്യുകയും പേടിപ്പിച്ച് അമർച്ച ചെയ്യുകയുമാണ് ഉണ്ടായത്. ഭരണഘടനാപരമായി സാധുവായി പരിഗണിക്കാവുന്ന ഈ നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധ നടപടികൾക്ക് വേണ്ടിയാണ് ദുരുപയോഗം ചെയ്തത് എന്ന് ചുരുക്കം. ഈ സന്ദർഭത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പേരെ, അതായത് 3,65,000 പേരെ ഒറ്റയടിക്ക് മതം മാറ്റിയത് ആരാണ്? ഒരു ക്രിസ്ത്യൻ മിഷണറി അല്ല, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ഭീംറാവു അംബേദ്കർ തന്നെ. 1956-ൽ, അതായത് ഭരണഘടന നിലവിൽ വന്ന് 6 വർഷത്തിന് ശേഷം ഒക്ടോബർ 14-നായിരുന്നു അത്. നാഗ്പൂരിൽ ഇപ്പോൾ ദീക്ഷാഭൂമി എന്നറിയപ്പെടുന്ന മൈതാനത്ത് വെച്ച് 3,65,000 പേർ ഹിന്ദു മതം വിട്ട് ബുദ്ധമതത്തിൽ ചേർന്നു. തീർന്നില്ല. 2 ദിവസം കൂടി കഴിഞ്ഞ് ഒക്ടോബർ 16-ന് ചന്ദ്രപൂരിൽ ഇതുപോലത്തെ മറ്റൊരു സമ്മേളനത്തിൽ വെച്ച് 3 ലക്ഷം പേർ കൂടി ബുദ്ധമതത്തിൽ ചേർന്നു. അതായത് 3 ദിവസം കൊണ്ട് 6,65,000 പേർ ഹിന്ദു മതം വിട്ട് ബുദ്ധമതത്തിലെത്തി. ലോകം തന്നെ കണ്ട ഏറ്റവും വലിയ കൂട്ട മതപരിവർത്തനങ്ങളിൽ ഒന്നായി ചരിത്രത്തിൽ ഇത് ഇടം നേടി. എന്തിനു വേണ്ടിയായിരുന്നു ഈ മതപരിവർത്തനം? തൊട്ടുകൂടായ്മയിലും ഉച്ചനീചത്വത്തിലും നിന്ന് താഴ്ന്ന ജാതിക്കാരെ മോചിപ്പിക്കുക എന്നതിനു വേണ്ടിയായിരുന്നു. നാളിന്നേ വരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മതപരിവർത്തനങ്ങൾക്ക് മുഴുവൻ കാരണം ഏകദേശം ഇത് തന്നെയാണ്. അത് അംഗീകരിക്കാൻ സംഘപരിവാർ തയ്യാറല്ലെന്ന് മാത്രം. ഇനി അംബേദ്കർ മതം മാറ്റിയത് വൈദേശിക മതത്തിലേക്കല്ലല്ലോ, ഹിന്ദു മതത്തിന്റെ ഉപശാഖയായ ഇന്ത്യൻ മതം തന്നെയായ ബുദ്ധമതത്തിലേക്കാണല്ലോ. ഇപ്പോഴത്തെ മതപരിവർത്തനങ്ങളെ അങ്ങനെയല്ലല്ലോ കാണേണ്ടത് എന്ന് സംശയിക്കുന്ന, വാദിക്കുന്ന നിഷ്കളങ്കരെ ചിലപ്പോൾ കണ്ടേക്കാം. ഒന്നാമത്തെ കാര്യം, ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും പോലെ തന്നെ ആര്യമതവും അഥവാ ബ്രാഹ്മണിസം ഇന്ത്യയിലേക്ക് കുടിയേറിയതാണെന്ന് ചരിത്ര വസ്തുതകൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ഹിന്ദുമതത്തിനോ ബുദ്ധമതത്തിനോ മറ്റു മതങ്ങൾക്കില്ലാത്ത ഇന്ത്യത്വം അവകാശപ്പെടാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം,
ഇന്ത്യൻ മതങ്ങളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഹിന്ദു മതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് മാറുന്നത്? ജാതി ഹിന്ദുക്കൾ അഥവാ കാസ്റ്റ് ഹിന്ദുസ് എന്ന് വിളിക്കുന്ന വിഭാഗവും തൊട്ടുകൂടാത്തവർ അഥവാ അൺടച്ചബിൾസ് എന്ന് വിളിക്കുന്ന വിഭാഗവുമുള്ള ഒരു മതത്തിൽ നിന്ന് തുല്യതയും സാമൂഹിക നീതിയുമുള്ള മതത്തിലേക്ക് മാറുന്നു എന്നാണ് അംബേദ്കർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഞാൻ ഹിന്ദുമതം ഉപേക്ഷിക്കുകയാണെന്ന് 1936 തന്നെ പ്രഖ്യാപിച്ച അംബേദ്കർക്ക് അത് നടപ്പാക്കാൻ പിന്നെയും വർഷങ്ങൾ എടുക്കേണ്ടി വന്നു എന്നതാണ് സത്യം. മൂന്നാമത്തെ കാര്യം, ദലിതർ മതം മാറണമെന്ന കാര്യത്തിൽ മാത്രമേ അംബേദ്കർക്ക് ഉറപ്പുണ്ടായിരുന്നുള്ളൂ. അവർ ബുദ്ധമതത്തിലേക്ക് തന്നെ മാറണമെന്ന് അദ്ദേഹം ശഠിച്ചിട്ടില്ല, ഉപദേശിച്ചിട്ടില്ല. ജാതിയാണ് ഏറ്റവും വലിയ ശത്രു. അതിനെ ഇല്ലാതാക്കാനുള്ള മനുഷ്യശേഷിയോ സാമ്പത്തിക ശേഷിയോ മാനസിക ശേഷിയോ നമുക്കില്ല. അതിനാൽ ചെയ്യാൻ സാധിക്കുക ജാതിയില്ലാത്ത മതത്തിലേക്ക് മാറുക എന്നതാണ്. അത് ബുദ്ധമതമായാലും ക്രിസ്തുമതമായാലും ഇസ്ലാം മതമായാലും ഒരു വ്യത്യാസവും അദ്ദേഹം കണ്ടിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ അംബേദ്കറുടെ കളക്ടർ വർക്സിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്ത് നോക്കുകയേ വേണ്ടൂ. ഈ ഭാഗം നോക്കൂ. Those of you who have become Muslims are treated by the Hindus neither as the untouchables nor as the unequals. The same can be said of those who have become Christians. You are treated by the Hindus neither as the untouchables nor as the unequals. അതായത് ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്കോ ക്രിസ്ത്യൻ മതത്തിലേക്കോ മാറിയാൽ പിന്നീട് ഹിന്ദുക്കൾ തന്നെ അവരെ തൊട്ടുകൂടാത്തവരോ തീണ്ടിക്കൂടാത്തവരോ ആയി കാണുന്നില്ല എന്നതാണ്. അവരെ അൺഈക്വൽസ് ആയി കാണുന്നില്ല എന്നാണ് അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. An incident that recently occurred in Travancore is worth mentioning. അക്കാലത്ത് തിരുവിതാംകൂറിൽ നടന്ന ഒരു സംഭവമാണ് അദ്ദേഹം ഓർക്കുന്നത്. The untouchables called Thia in that area are prohibited from walking in the streets. നമുക്ക് ഓർമ്മയുണ്ടാവും ആ കാലം, വഴി നടക്കാൻ കഴിയാത്ത കാലം. A few days ago, some of these untouchables embraced the Sikh religion. സിഖ് മതത്തിലേക്ക് മാറിയവർ. All of a sudden, the ban prohibiting them from walking in the streets was withdrawn. സിഖ് മതത്തിലേക്ക് മാറിയതോടുകൂടി തന്നെ അവർക്ക് ഏത് വഴിയെയും നടക്കാം എന്നായി. ഇതാണ് അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ നിന്ന് മാറണം എന്നും മറ്റേത് മതത്തിൽ ചേരുന്നതിലും തെറ്റില്ല എന്നും അംബേദ്കർ കണ്ടത്? ദി പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി ആസ് ടോട്ട് in Christianity and Islam has no concern whatsoever with knowledge, wealth or dress which are outward aspects of oneself. അതായത് ക്രിസ്തുമതത്തിലും ഇസ്ലാമിലും ഒരാൾക്ക് വിദ്യാഭ്യാസമുണ്ടോ, അയാൾക്ക് വെൽത്ത് ഉണ്ടോ അല്ലെങ്കിൽ സമ്പത്തുണ്ടോ, അയാൾക്ക് ഡ്രസ്സുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും അല്ല ഒരാളെ വേർതിരിക്കുന്നതിനുള്ള ഘടകമായി കാണുന്നത്. അങ്ങനെ കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Both these religions consider a sense of humanity as the main feature of their religion. മാനവികത എന്നതാണ് അവരുടെ മതങ്ങളുടെ പ്രധാന സവിശേഷതയായി അവർ കാണുന്നത്. They preach that humanity should be respected by all and none should disrespect others. None should treat others as unequals. These teachings are completely wanting in the Hindu religion. അതായത് ക്രിസ്ത്യൻ മതത്തിലും ഇസ്ലാം മതത്തിലും ഒരാളെയും ഒന്നിച്ചല്ലാതെ കാണുന്നില്ല, അല്ലെങ്കിൽ അൺഈക്വൽസ് ആയി കാണുന്നില്ല, തുല്യരല്ലാതായി കാണുന്നില്ല. അവർ എല്ലാവരെയും സമന്മാരായി കാണുന്നു, എല്ലാവരെയും മനുഷ്യ പുത്രന്മാരായി കാണുന്നു എന്നതാണ്. ഇത് ഹിന്ദു മതത്തിൽ ഇല്ല. ഇങ്ങനെ പറഞ്ഞു വന്ന് അംബേദ്കർ ഹിന്ദു മതത്തെക്കുറിച്ച് അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഞാൻ ആ ഭാഗം കൂടി ഉദ്ധരിക്കാം. ഇത് കളക്ടഡ് വർക്സിലുള്ളതാണ് കേട്ടോ. ദി ഹിന്ദുസ് ക്യാൻ ബി റാങ്ക്ഡ് എമംഗ് ദോസ് ക്രൂവൽ പീപ്പിൾ ഹൂസ് അട്ടറൻസസ് ആൻഡ് ആക്ട്സ് ആർ ടു പോൾസ് അപ്പാർട്ട്. രണ്ട് ധ്രുവങ്ങൾക്ക് ഇടയിലുള്ള അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലായി കിടക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൂരന്മാരായ മത വിശ്വാസികളാണവർ എന്നാണ് അംബേദ്കർ പറയുന്നത്. ദേ ഹാവ് ദിസ് റാം ഓൺ ദെയർ ടങ്. നാവിൽ രാമനാണ്. ആൻഡ് എ നൈഫ് അണ്ടർ ദെയർ ആം പിറ്റ്സ്. അവരുടെ തോളിൽ ഒരു കത്തിയുമായാണ് അവർ നടക്കുന്നത്. നാവിൽ രാമനാണെങ്കിൽ തോളിൽ കത്തിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദേ സ്പീക്ക് ലൈക്ക് സെയിൻസ് ആൻഡ് ആക്ട് ആസ് ബുച്ചേഴ്സ്. സന്യാസികളെ പോലെ സംസാരിക്കുകയും വെട്ടുകാരനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഡു നോട്ട് കീപ് കമ്പനി വിത്ത് ദോസ് ഹു ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് omnipresent but treat men worse than animals. They are hypocrites. Do not keep contact with those who feed ants with sugar but kill men by prohibiting them from drinking water. They are hypocrites. അംബേദ്കറുടെ വാചകങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ നിലനിന്ന ജാതി പീഡനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. മതപരിവർത്തനം എന്തുകൊണ്ട് ഒരു നല്ല കാര്യമാണ് എന്ന് അംബേദ്കർ പറയുന്നത് വായിച്ചാൽ നമ്മൾ
ഈ കാലഘട്ടത്തിൽ ഞെട്ടിപ്പോകും. ഐ ടെൽ യു സ്പെസിഫിക്കലി ദാറ്റ് മാൻ ഈസ് നോട്ട് ഫോർ റിലീജിയൻ, റിലീജിയൻ ഈസ് ഫോർ മാൻ. ടു ബിക്കം ഹ്യൂമൻ, കൺവേർട്ട് യുവർ സെൽവ്സ്. ടു ഗെറ്റ് ഓർഗനൈസ്ഡ്, കൺവേർട്ട് യുവർ സെൽവ്സ്. ടു അച്ചീവ് സ്ട്രെങ്ത്, convert yourselves. To secure equality, convert yourselves. To get liberty, convert yourselves. To make your domestic life happy, convert yourselves. അത്ഭുതകരമായ ഒരു സന്ദേശമാണ് അന്ന് അംബേദ്കർ നൽകുന്നത് എന്ന് കാണുക. ഞാൻ ഒരു ചെറിയ ഭാഗം കൂടിയുണ്ട് അതുമായി ചേർത്ത്. Why do you remain in that religion which does not treat you as human beings? Why do you remain in that religion which does not allow you to educate? Why do you remain in that religion which prohibits you from entering a temple? Why do you remain in that religion which prohibits you from water? Why do you remain in that religion which obstructs you from getting a job? Why do you remain in that religion which insults you at every step? A religion which prohibits righteous relations between man and man is not a religion but a display of force. വളരെ ലളിതമായ വാചകങ്ങളായതുകൊണ്ട് ഞാനത് മലയാളത്തിലേക്ക് മാറ്റുന്നില്ല. അംബേദ്കർ ഇത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണല്ലോ. ഇതെങ്ങനെ ഇപ്പോൾ ബാധകമാകും എന്ന് ചോദിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാകാം, കുറെ കൂടി മെച്ചപ്പെട്ടു. നമ്മുടെ ജനവിഭാഗങ്ങളുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടു. ഈ തൊട്ടുകൂടായ്മയും മറ്റും അവസാനിച്ചു. പക്ഷേ നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് മാനസികമായ സ്വാതന്ത്ര്യം ഈ വിഭാഗങ്ങൾക്ക് ലഭിച്ചോ എന്നതാണ്. മാനസിക സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യനെക്കുറിച്ച് അംബേദ്കർ പറയുന്ന ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം. ദ ഫ്രീഡം ഓഫ് മൈൻഡ് ഈസ് ദ റിയൽ ഫ്രീഡം. എ പേഴ്സൺ ഹൂസ് മൈൻഡ് ഈസ് നോട്ട് ഫ്രീ ദോ നോട്ട് ഇൻ ചെയിൻസ് ഈസ് എ സ്ലേവ്. വൺ ഹൂസ് മൈൻഡ് ഈസ് നോട്ട് ഫ്രീ ദോ നോട്ട് ഇൻ പ്രിസൺ ഈസ് എ പ്രിസണർ. വൺ ഹൂസ് മൈൻഡ് ഈസ് നോട്ട് ഫ്രീ ദോ അലൈവ് ഈസ് ഡെഡ്. ഫ്രീഡം ഓഫ് മൈൻഡ് ഈസ് പ്രൂഫ് ഓഫ് വൺസ് എക്സിസ്റ്റൻസ്. ആ കാഴ്ചപ്പാട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ഇപ്പോഴും മാനസിക സ്വാതന്ത്ര്യം ലഭിക്കാത്ത വിധത്തിൽ ജാതിയുടെ വേരുകൾ നമ്മുടെ സമൂഹത്തിൽ ആഴ്ന്നു കിടക്കുന്നു. ആ കാലഘട്ടത്തോളം, അത് എത്ര കാലത്തോളം തുടരുന്നുവോ അത്രയും കാലം അംബേദ്കറിന്റെ വാചകങ്ങൾ പ്രസക്തമാണ്. മതപരിവർത്തനം കേവലമായൊരു ഇടപാടല്ല, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ കൊണ്ട് നടത്തുന്ന ഏർപ്പാടല്ല. ജാതി പീഡനങ്ങളിലും വിവേചനങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗമായിട്ടാണ് ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ കണ്ടത്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ മാത്രമല്ല, സംസ്കാര സമ്പന്നമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാളി സാമൂഹ്യ ജീവിതത്തിൽ പോലും ജാതി അതിശക്തമായ ഘടകമാണെന്ന് എത്രയെത്ര അനുഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. അത് തുടരുന്ന കാലത്തോളം മതപരിവർത്തനത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്ന് കാണണം. അതേസമയം നിർബന്ധിത മതപരിവർത്തനം കുറ്റകൃത്യമായി കണ്ട് നടപടി വേണ്ടതാണ്. ഘർ വാപസി എന്ന പേരിൽ സംഘപരിവാർ നടത്തുന്ന പ്രതിമത പരിവർത്തനം നിർബന്ധിതമാണെങ്കിൽ സർക്കാരുകൾ നടപടിയെടുക്കട്ടെ. പക്ഷേ സംഘപരിവാർ പരീക്ഷണശാലയായ ഉത്തർപ്രദേശിലെ നിയമം വിചിത്രമാണ്. അവിടെ ഘർ വാപസി നിർബന്ധിതമായാലും ശിക്ഷയില്ല. നിലവിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാണ്. രാജീവ് ചന്ദ്രശേഖർ പോലും സമ്മതിച്ച കാര്യം. പക്ഷേ മതപരിവർത്തനം നടന്നാൽ തന്നെ അതൊരു ക്രിമിനൽ കുറ്റമാകില്ല. നിർബന്ധിത മതപരിവർത്തനം മാത്രമേ കുറ്റമാകൂ. അംബേദ്കറെ ഉദ്ധരിച്ചാൽ സ്വമേധയായുള്ള മതപരിവർത്തനം മോചനമാണ്.